നടക്ക് നടക്ക് നടക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഏച്ചിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ റീസൺ നമ്മൾ പക്ഷികളെ പിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം പക്ഷീനെ പിടിക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് വന്നത്. സ്വതവേ പകൽ വന്നിട്ടാണ് എല്ലാവരും പക്ഷീനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കരയാണ്ട് എങ്ങനെ പിടിക്കാമെന്നുള്ള ടെക്നിക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, കിട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി സ്ഥിരം നോക്കാം, ഇല്ലെങ്കിൽ എന്തൊക്കെയാ പറയുന്നേ. സോ നമ്മളിവിടെ പക്ഷീനെ പിടിക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് രാവിലെ പകൽ പിടിക്കുകയാണെങ്കിൽ അവരെല്ലാം ഓടി പറന്ന് നടക്കും. അപ്പം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര അതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ രാത്രി പിടിക്കാന്നുള്ളൊരു പ്ലാനിലാണ്. അതും വല വീശാതെ കൂട്ടിനകത്തേക്ക് ഇട്ടിട്ട്. അപ്പം നമുക്കതൊന്ന് നോക്കി നോക്കാം. വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, അതിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ, സോ ഇതാ നമ്മളിതെങ്ങനെയാണ് കയറുന്നത്. ഇതാദ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വ്ളോഗായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പാറിപ്പറന്ന് നടക്കാൻ തുടങ്ങി. എവിടെ ഏച്ചി? ഇതാ ഇവിടെ പക്ഷികളൊക്കെ നോക്കി പിടിക്കുക. ഈ കൂട്ടിലാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് പക്ഷികൾ. എല്ലാവരും മേലെ ഇങ്ങനെ അട്ടത്ത് നിൽക്കുന്നുണ്ട്. കുറേ കുട്ടികളൊക്കെ ഉണ്ടായതാണ് ഇതൊക്കെ. അതിൽ 1-2 പഴയത്, ബാക്കിയൊക്കെ പുതിയ മുട്ട വിരിഞ്ഞുണ്ടായതാണ്. ഇതൊക്കെ ഫിഞ്ചസ് ആണ് കേട്ടോ, ഈ വൈറ്റ് കിടക്കുന്ന ചെറുത്. അതിൽ 2 കുട്ടികളും 4 കുട്ടിയായിരുന്നടാ. 4 കുട്ടിയായിരുന്ന. ഓക്കെ, അപ്പോൾ 2 വാങ്ങിച്ചു. ഈ ബ്ലാക്ക് എല്ലാം കുട്ടിയല്ലേ? ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ഷെയ്ഡിൽ മനസ്സിലാവാത്ത. ഓക്കെ, അപ്പോൾ 2 വാങ്ങിച്ചത്, ബാക്കിയെല്ലാം കുട്ടികളാണ് വരുന്നത്. ഇതിൻ്റെ അല്ലായിരുന്നു ഒരെണ്ണം പറന്നു പോയത്. മിക്കവാറും ഇതിൽ മുട്ടയെങ്ങാനുണ്ടോ ബാക്കി? ഒന്നില്ല, ഉള്ളിലെടുക്കണേ. കുട്ടികളായിട്ടുണ്ടോ മുട്ടയൊക്കെ? ഇതെന്താ കൊറേ തൂവലൊക്കെ ഇങ്ങനെ കിടക്കുന്ന? ഇത് മറ്റേ ഫിഞ്ചസ് ഉണ്ടാക്കുന്ന കൂടെ. ഇത് ഫിഞ്ചസിന്റെ ആണോ? അപ്പൊ അവരുടെ മറ്റേ കൂട് പോയല്ലേ? ആരുമില്ലല്ലോ, ആരുമില്ല. ഇതെല്ലാം കാലിയല്ലേ കൂട്? ഇതിലാരുള്ള? ഇതും ഫിഞ്ചസിന്റെ ഒന്നും തോന്നല്ലോ. അപ്പൊ ഇതെല്ലാം കാണുന്നത് ഫിഞ്ചസിന്റെ കൂടാട്ടോ. ഇതിലും ആരുമില്ല. ഇയാളിലും ഇതും ഫിഞ്ചസിന്റെ തന്നെയാ. അപ്പൊ ഇതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കില്ല, അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. അപ്പം നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവർക്ക് ഫുഡ് ഇന്നലെ വെച്ചു കൊടുത്തതാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇലകളൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഇലകൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ഈ കൂട്ടിൽ വെച്ചു കൊടുത്തിട്ട് ആരൊക്കെ കയറുന്നോ അവരെയൊക്കെ നമ്മൾ കൂട്ടിൻ്റെ അകത്ത് തന്നെ ആക്കും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പിടിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇവിടെ എല്ലാവരും നിൽക്കുന്നത് അലർട്ടായി നിൽക്കുക. ഇതെന്തിനുള്ള പ്ലാനാണ്. ആ വല കണ്ടാൽ തന്നെ ഈ നെറ്റുണ്ട് പിടിക്കുന്ന, അത് കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിലാരെയും കൃഷി ഉണ്ടോ? ക്രിക്കോ? ആരോ ഉണ്ട്. പേൾ ഹണി ബണ്ണി, ആരും സൗണ്ടില്ല. എന്താ 2 ഇതെവിടെ? അല്ലേ? എന്നാൽ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. പനിനീർ എന്തേനും പനിക്കൂർക്കയും പനിനീർ എന്ന് പറയുന്നത്. പനിക്കൂർക്കയും പിന്നെ തുളസി ഇല്ലായിരുന്നടാ. ഓക്കെ, അപ്പം നമ്മൾ പനിക്കൂർക്ക വെച്ചിട്ടാണ് ഇവർ പിടിക്കാൻ പോകുന്നത്. വരുമോ എന്നറിയില്ല, രാത്രി ആയതുകൊണ്ട് തന്നെ. വരുമോടാ ഇനി?
നോക്കിയോക്കാം. ഓ എല്ലാരും ഉറങ്ങണ്ട പ്ലാനാ. ആ വലയിട്ട് തന്നെ പിടിക്കാം. ഇതാണ് ഇവരുടെ പ്രശ്നം. നെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ കരയും. ഇപ്പൊ ഒരാളെ കിട്ടി. മിക്കവാറും കൃഷിന്റെ ഭാര്യയായിരിക്കും. അതാരാ? ഓ ലൈറ്റ് ഓഫ് ആക്കിയല്ലടാ ഇവിടുത്തെ. ഇതെല്ലാം പറന്ന് നടക്കാൻ തുടങ്ങിട്ടാ. ഓ കണ്ണിലായിപ്പോണ്ട. അയ്യോ അയ്യോ രണ്ടാളെ കിട്ടി. മറ്റേ ഫിഞ്ചസ് മണ്ടൻ ഫിഞ്ച്. അത് മണ്ടനാട്ടാ. താഴത്തെ മണ്ടനാ. ശരിക്കുണ്ടല്ലോ ഇവർ ഇങ്ങോട്ടേക്കാ വരേണ്ടത്. ഇവിടുന്നേ കിട്ടും. ഓ ഇത് അടിച്ച് വീണ് വീണ്. നീ ഇനി പറഞ്ഞല്ലേ. ഇതാ എൻ്റെ കയ്യിൽ ഒരാളുണ്ട്. എന്താ ഒരു ഫിഞ്ചസ്. ഒരു ഫിഞ്ചസ് എൻ്റെ കയ്യിലാണുള്ളത്. ഓക്കെ കാരണം ഇതിനി പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ കാലും കൈയൊക്കെ. മറ്റേ പ്രാണി ഉണ്ട് വന്നിട്ടാടാ. നോക്കിയേ മഴപ്പാറ്റ എൻ്റെ കയ്യിലുണ്ട്. എന്താ അടുത്തേനും പിടിച്ച്. അയ്യോ അയ്യോ ഇല്ല ഇല്ല. കാല് പുറത്താണോ? അല്ലല്ലോ കാലൊക്കെ ഉള്ളില്ല. ഫിഞ്ചസ് ആണ് ചോട്ടയങ്ങള്. ഇതിന് ഞാൻ കൈ തന്നെ ഇങ്ങ് എടുത്തുട്ടോ. അല്ലെങ്കിൽ ഇയാള് പിന്നെ ആരുടെങ്കിലും കാലിന്റെ ഇടയിലായിപ്പോ. തുറക്കണ അങ്ങനെ 3 എണ്ണത്തിനെ കിട്ടി. ഇപ്പൊ കരഞ്ഞാരാ? ഇതല്ലേ. ഓഹോ അങ്ങനെ ഇതാ ഇപ്പൊ ഇത്രയും പക്ഷികളെ പിടിച്ചിട്ടുണ്ട്. അതില് 2 എണ്ണത്തിനെ പുറത്ത് വിടണം. അതിൽ ഒരെണ്ണം ഒരു പഴയതുണ്ട്. നമ്മള് കുട്ടി ഫസ്റ്റ് ഉണ്ടായ ഒരു ബേർഡ്. അപ്പോൾ അത് ഏതാന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പുറത്ത് വിടണം. ബാക്കി എല്ലാവരും പേടിച്ച് പറിച്ചിരിക്കുന്നുണ്ട്. പറന്ന് തളർന്ന്. ഈ ഫിഞ്ചസ് ആണ് അടിപൊളി. അവര് എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ഒരു ഐഡിയയും കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാർ. അവിടെ പോയി ബാക്കി എന്താ ഏത് നല്ലത്. സംശയം മറ്റോനാണ് കണ്ണിന് പണി കിട്ടുന്ന. ഇല്ല അത് മറ്റേ പോയതല്ലേ. ഏത് ആ ഒറ്റ വല്ലേതാ പാലുണ്ടല്ലോ. ഒറ്റ പാലൊന്നല്ല, ഫുൾ പാലുണ്ട്. കണ്ണിന് സുഖമില്ലാത്തവരാ. കണ്ണിന് ഇതില്ലാത്തത് കണ്ണിനെന്താ പറ്റിയാന്ന് ആ കൃഷിനൊന്നും. നിന്നെ എനിക്ക് ഇതാക്കണില്ല. നിന്നെ എനിക്ക് അത്യാവശ്യമാണ്. കണ്ണ് പിടിക്കാണ്ട് ഒരു നിവർത്തിയില്ല. പിന്നെ കൊണ്ടുപോകാൻ തോന്നുന്നു. സോ നമ്മളിതാ ഇപ്പം ഇത്ര എണ്ണത്തിന് പിടിച്ചു. ക്ഷീണം പിടിക്കുക. ക്ഷീണം പിടിക്കുമെന്ന് ചോദിച്ചാൽ അകത്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ തോന്നുന്നു. ഇവിടുന്ന് എലിയോ ആ ഗ്യാപ്പിലെ കൂടെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ
ഇവരെ കാലും കൈയും സെപ്പറേറ്റ് ആക്കും. അതിന്റെ എലി അങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ കയറുമോ? അറിയില്ല. എലി പിടിക്കുന്നതാണെങ്കില് എന്താള് അമ്മയോട് രാത്രി ഇതിന്റെ ലൈറ്റ് അവിടെ ഓണാക്കി ഇടാൻ പറഞ്ഞല്ലേ? അല്ല ഇതിപ്പോ എന്താ ചെയ്യുന്ന ഇവരാ? നമുക്കെന്താ ചെയ്യണ്ടെന്നോ കൊണ്ടുപോകാം. അകത്തെ കൊണ്ടുവന്ന അന്നേരം ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മൾ ഒച്ചപ്പാടും ബഹളമായിരിക്കും. എന്നെ പുറത്ത് വിടോ? അല്ല അവനെ പുറത്ത് വിട്ട് എന്നെയും കൂടി ഇത്രയും നേരത്തെ ഒരു യുദ്ധത്തിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ബാക്കിയല്ലാതെ അവിടെ വെക്കുന്ന പാവം എന്ത് ചെയ്യാനാ അല്ലേ? എന്ത് ചെയ്യാനാ? അതിന് 2 പേരും കൂടി വരുന്നല്ലേ ഉള്ളൂ. ചപ്പലെടുത്ത് നോക്കട്ടെ. ഷിഫ്റ്റ് ചെയ്യ്. സാധാരണ ചപ്പലിട്ടിട്ടല്ല എന്നേ ഞാൻ വലിയ കാര്യത്തില് അപ്പം നമുക്ക് ചപ്പലും വെച്ചിട്ട് അകത്ത് കയറാം. സോ വീഡിയോ ഇതാ വൈൻഡപ്പയാണ്. അങ്ങനെ കുറച്ച് പക്ഷികളൊക്കെ നമ്മൾ കൂട്ടിലേക്ക് ഇട്ടു. ബാക്കിയുള്ളതിനെ അവിടെ തന്നെ വിട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച പക്ഷികളുണ്ട്. അവരെ 2 പേരെ 4 പേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബാക്കിയുള്ള കുട്ടികളെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ